ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തടവറയ്ക്കുള്ളിലെ ജീവിതം എന്ന നോവലിൻ്റെ 37-ാം അധ്യായം. റിഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൃപയെ ഇന്ത്യയിലെത്തിക്കണം. പക്ഷേ എങ്ങനെ? കൊറോണ വന്ന് മരണപ്പെട്ടു എന്ന് വിധി എഴുതിയതാണ്. എന്താ ആലോചിക്കണേ? കൃപയുടെ ചോദ്യം കേട്ടയാൾ ഞെട്ടി മുഖമുയർത്തി. നിങ്ങളെ നാട്ടിലെത്തിക്കുന്നതിനെപ്പറ്റി തന്നെ. എനിക്ക് പവേട്ടനെ ഒന്ന് വിളിക്കണം. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവളൊന്ന് നെടുവേർപ്പെട്ടു. എല്ലാ ദുരിതങ്ങൾക്കും കാരണമായത് അതുകൊണ്ടാണ്. അല്ല, റിഫാൻ പെട്ടെന്ന് പറഞ്ഞു. ഞാനല്ലേ എല്ലാം തുടങ്ങി വച്ചത്. ഞാൻ കാരണമല്ലേ ജുവാന നിങ്ങളെ ഉപ്പയുടെ മുറിയിലാക്കിയത്. തുടർന്നുണ്ടായ എല്ലാത്തിനും കാരണം ഞാനല്ലേ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൈവശം ആ ഫോണുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾ എൻ്റെ മോനെ, എൻ്റെ ജുവാനയെ, എൻ്റെ പവേട്ടനെ ആരെയും കാണാതെ ഇത്രയും വർഷങ്ങൾ ഈ തടവറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുമായിരുന്നു. എൻ്റെ മോൻ എത്ര കരഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ജുവാനയും പവേട്ടനും എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. റിഫാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കൃപയുടെ മോൻ്റെ ഒപ്പമാണ് ജുവാനയും. മോനെ കാണാത്ത സങ്കടം പോലെ ജുവാനയെ കാണാത്തതിലും സങ്കടം. മോൻ കരയുന്നത് പോലെ ജുവാനയും കരയും, സങ്കടപ്പെടും എന്ന വേവലാതി. എത്ര നല്ല മനസ്സാണ് ഇവരുടേത്. എന്നിട്ട് താൻ ചെയ്തതോ? എന്തൊക്കെ ക്രൂരതകൾ താൻ ഇവരോട് ചെയ്തു. അയാൾ കൃപയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ചു. എന്നിട്ടെന്തേ എന്നെ വെറുതെ വിടുന്നു? നിങ്ങൾക്ക് സമൂഹത്തോട് പറഞ്ഞൂടെ, നിങ്ങൾക്കുണ്ടായ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഞാനാണെന്ന്? എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തേ അങ്ങനെ ചെയ്യാത്തേ? അയാൾ കൃപയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. എൻ്റെ ജുവാനെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? കൃപ മറുപടി പറയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ അവളുടെ ഹൃദയത്തിലേക്കൊരു ബൈബിൾ വാക്യം തെളിഞ്ഞു വന്നു. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ്. ചെറിയുപ്പ എന്നോട് മിണ്ടണ്ട, എൻ്റെ അടുത്ത് വരികയും വേണ്ട. ജുവാന അടുക്കാൻ കൂട്ടാക്കാതെ നിന്നു. മോളെ, അയാൾ വിളിച്ചു. നിന്റെ കൃപയാൻ്റിയെ ഞാനൊന്നും ചെയ്തിട്ടില്ല. വേണ്ട, എന്നോട് കളവ് പറയണ്ട ചെറിയുപ്പ. എനിക്ക് ചെറിയുപ്പയെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ കൃപയാൻ്റിനെ ഇല്ലാണ്ടാക്കിയ ആളാ ചെറിയുപ്പ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കും മോളെ. ചെറിയുപ്പ, എൻ്റെ മുറിയിൽനിന്ന് പുറത്തു പോ. എനിക്ക് പഠിക്കാനുണ്ട്. മോളെ, നിന്റെ കൃപയാൻ്റിയെ കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ജുവാനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ചുണ്ടായി. എത്ര വർഷങ്ങളായി ആൻറ്റീനെ കാണാതായിട്ട്. ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ +2-ലേക്ക് കയറി. ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും എൻ്റെ കൃപയാൻ്റിയെ? അതും പറഞ്ഞവൾ കരഞ്ഞു. അപ്പോഴേക്കും ജാസ്മിൻ അവിടേക്ക് വന്നു. മോളെന്തിനാ കരയുന്നേ? അവർ ചോദിച്ചു. ഒന്നുമില്ലുമ്മ, ഞാൻ പഠിക്കുകയായി. ചെറിയുപ്പായോട് എന്നെ ശല്യം ചെയ്യാതെ പോവാൻ പറയുമ്മ. ജാസ്മിൻ റിഫാൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. പുറകെ ജാസ്മിനും. ജുവാന ഉടൻ റൂമിൻ്റെ വാതിലകത്തുനിന്നടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് പൊട്ടി കരഞ്ഞു. ചെറിയുപ്പ, ദുഷ്ടൻ, എൻ്റെ പാപം ആൻറ്റിയെ കൊന്നുകളഞ്ഞ ദുഷ്ടൻ. എന്നിട്ടിപ്പോൾ കണ്ടുപിടിക്കാന്ന്. പെട്ടെന്നൊരു നടുക്കം ജുവാനയിലുണ്ടായി. തുടരും. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ. താങ്ക് യു.